കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് എറണാകുളത്തേക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ ഹെലികോപ്റ്റർ യാത്ര കേരള രാഷ്ട്രീയത്തെ ഒന്നടങ്കം പിടിച്ചുകുലുക്കിയ ഒരു സംഭവമായിരുന്നു. സംസ്ഥാനം പ്രളയക്കെടുതിയിൽ കഷ്ടപ്പെടുമ്പോൾ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പറക്കുന്നു എന്ന തരത്തിൽ പ്രചരിച്ച ആ സംഭവം വലിയ രാഷ്ട്രീയ തിരിച്ചടി കോൺഗ്രസിന് നൽകിയതാണ്. ഒരു കണക്കിന് അത് പറഞ്ഞൊതുക്കാൻ പ്രവർത്തകർ കഷ്ടപ്പെടുന്നതിനിടെ ഇതാ വീണ്ടും സർക്കാർ ഹെലികോപ്റ്ററിൽ മറ്റൊരു സ്വകാര്യ യാത്രയുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇത്തവണ യാത്ര കുറച്ചധികം ദൂരത്തേക്കാണ്. കർണാടകയിലെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് സതീശൻ ഹെലികോപ്റ്റർ ഇത്തവണ ഉപയോഗിച്ചത്. കൂർഗിലേക്കായിരുന്നു യാത്ര. നേരത്തെ ഭാര്യാപിതാവിനെ കാണാനാണ് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയത്. പിന്നാലെ യാത്രയുടെ ലക്ഷ്യം ഒരു വമ്പൻ നിക്ഷേപ ടീമിനെ കാണാനായിരുന്നു എന്ന വിശദീകരണവും മുഖ്യമന്ത്രി നൽകിയിരുന്നു. കർണാടക യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് ഹാരിസിന്റേതായിരുന്നു വിവാഹ വിരുന്ന്. കുടകിലെ മടിക്കേരിയുടെ പ്രാന്തപ്രദേശത്തുള്ള മേക്കേരി ഗ്രാമത്തിലെ കൂർഗ് വേൽഡർലൈൻ എന്ന ലക്ഷറി റിസോർട്ടിലാണ് പരിപാടി നടന്നത്. ഞായറാഴ്ച ഉച്ചവരെ തൃപ്പൂണിത്തറ അത്തച്ചമ്മ ഘോഷയാത്ര വേദിയിലുണ്ടായിരുന്നതാണ് മുഖ്യമന്ത്രി. അതിനുശേഷം ഞായർ ഉച്ചയോടെയാണ് കൊച്ചിയിൽ നിന്നും മുഖ്യമന്ത്രി യാത്ര തിരിച്ചത്. പിന്നാലെ ഹെലികോപ്റ്ററിൽ അദ്ദേഹം കയറുന്നതും ഡോർ അടയ്ക്കുന്നതുമായ വീഡിയോ ദൃശ്യങ്ങളും പ്രചരിച്ചു തുടങ്ങി. ഭാര്യാപിതാവിന്റെ സുഖവിവരം അറിയാൻ ഹെലികോപ്റ്റർ യാത്ര തിരിച്ചെങ്കിലും കാലാവസ്ഥ മോശമായതിനാൽ കൊച്ചിയിലിറങ്ങാതെ തലസ്ഥാനത്തേക്ക് തിരികെ എത്തി. ആകാശം തെളിഞ്ഞപ്പോൾ വീണ്ടും ഹെലികോപ്റ്ററിൽ കൊച്ചിയിലെത്തി ഭാര്യാപിതാവിനെ കണ്ട് തിരുവനന്തപുരത്തേക്ക് മടങ്ങി. മുൻപ് ഇടതുപക്ഷ സർക്കാർ ദുരന്ത നിവാരണത്തിനും അവയവദാനത്തിനും ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തപ്പോൾ അതിനെതിരെ ഏറ്റവും ശക്തമായ വിമർശനം ഉന്നയിച്ചത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഇതേ വി.ഡി. സതീശനായിരുന്നു എന്നത് കഴിഞ്ഞ ഹെലികോപ്റ്റർ യാത്ര വിവാദമായപ്പോൾ തന്നെ വലിയ ആരോപണമായി ഉയർന്നതാണ്. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനെ ധൂർത്തായി ചിത്രീകരിച്ച അദ്ദേഹം ഇപ്പോൾ സ്വന്തം പാർട്ടിക്കാരന്റെ കല്യാണം കൂടാൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് കടുത്ത വഞ്ചനയാണെന്ന് വിനീഷ് കോടിയേരി വീഡിയോ സഹിതം ചോദിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. പിണറായി സർക്കാരിന്റെ കാലത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിന് വലിയ പഴിയാണ് അന്ന് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ചൊരിഞ്ഞത്. അതേ ഹെലികോപ്റ്ററിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സ്ഥിരം യാത്രയെന്നത് വിരോധാഭാസം. 2 ആഴ്ച മുമ്പ് ഹെലികോപ്റ്ററിൽ പോയത് നിക്ഷേപകരെ കാണാനായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി. എന്നാൽ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചിട്ടും ഏത് നിക്ഷേപകരെന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. ചിലരെ അങ്ങോട്ട് പോയി കാണേണ്ടി വരുമെന്നും ചില കൂടിക്കാഴ്ചകൾ രഹസ്യമായിരിക്കുമെന്നുമെല്ലാമാണ് ക്ഷുഭിതനായി അദ്ദേഹം പറഞ്ഞത്. LDF സർക്കാർ 10 വർഷ ഭരണത്തിൽ സ്വകാര്യ ആവശ്യത്തിന് ഒരു തവണ പോലും ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. നാട്ടിലെ ദുരന്തവേളയായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. ഹൃദയം മാറ്റിവെക്കൽ അടക്കമുള്ള അടിയന്തര ഘട്ടങ്ങളിലും ഈ ഹെലികോപ്റ്റർ തുണയായിട്ടുണ്ട്. പാർട്ടി സമ്മേളനത്തിന് പിണറായി ഹെലികോപ്റ്ററിൽ പോയെന്ന് വി.ഡി. സതീശൻ ആരോപിച്ചെങ്കിലും അത് പിന്നീട് ഇടത് കേന്ദ്രങ്ങൾ തന്നെ തിരുത്തി കൊടുത്തിരുന്നു. സാധാരണക്കാരുടെ പണം ഉപയോഗിച്ച് ഇത്തരം സ്വകാര്യ ആവശ്യങ്ങൾക്കും ഉല്ലാസയാത്രകൾക്കും സർക്കാർ സംവിധാനങ്ങൾ നിരന്തരം ദുരുപയോഗം ചെയ്യുന്നത് തികഞ്ഞ അധികാരധാർഷ്ട്യമാണെന്ന് പറയാതെ വയ്യ. യൂത്ത് കോൺഗ്രസുകാരടക്കം മുഖ്യമന്ത്രിയുടെ അടുത്ത അനുയായികൾ MDMA-യുമായി പിടിയിലായി നിൽക്കുന്ന, പാർട്ടി ഒന്നടങ്കം പ്രതിരോധത്തിലായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോഴത്തെ ഹെലികോപ്റ്റർ യാത്ര എന്നതും ശ്രദ്ധേയം. ഒപ്പം തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് ഏകദേശം 20 ദിവസത്തോളമാകുന്നു. ഇപ്പോഴും അവരെക്കുറിച്ച് ഒരു വിവരവുമില്ല. മാധ്യമങ്ങളും ഇത് വിട്ട് മറ്റു വാർത്തകൾക്ക് പുറകെ കടന്നു കഴിഞ്ഞു. അപ്പോഴാണ് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പറന്നു നടക്കുന്നത്. ഇനി ഈ യാത്ര കല്യാണത്തിന് മാത്രമല്ല, മറ്റൊരു വമ്പൻ ഇൻവെസ്റ്ററെ കാണാനാണെന്ന് അടുത്ത വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുമോ എന്ന് കാത്തിരുന്നു കാണാം. പ്രകൃതി ദുരന്തങ്ങളിലെ രക്ഷാപ്രവർത്തനം, മാവോയിസ്റ്റ് വേട്ട, അടിയന്തര സാഹചര്യങ്ങളിൽ VIP-കളുടെ യാത്ര, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര യാത്രകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി LDF സർക്കാരിന്റെ കാലത്താണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. പ്രതിമാസം 80 ലക്ഷം രൂപയാണ് ഹെലികോപ്റ്ററിന്റെ വാടക. ഈ മാസം അവസാനമാണ് കരാർ അവസാനിക്കുന്നത്. ഒരു മാസം 25 മണിക്കൂർ ഉപയോഗിക്കാം. 25 മണിക്കൂറിലധികം പറന്നാൽ അധികമായി ഉപയോഗിക്കുന്ന സമയത്തിന് കൂടുതൽ തുക നൽകണം. ഇനി മുഖ്യമന്ത്രി പങ്കെടുത്ത വിവാഹ ചടങ്ങിലെ നായകനെ കുറിച്ചും ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ക്രിപ്റ്റോ കറൻസി കേസ്, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ ചില കേസുകളിൽ ചോദ്യമുനയിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹമെന്ന തരത്തിലുള്ള വാർത്തകളാണ്. ഇക്കാര്യങ്ങളിലെ സത്യാവസ്ഥ എന്തു തന്നെയായാലും ഒരു സ്വകാര്യ വിവാഹ ചടങ്ങിന് സർക്കാരിന്റെ ഹെലികോപ്റ്റർ, അതും കർണാടക വരെ പോകാൻ ഉപയോഗിച്ചു എന്നത് നിസ്സാര വിഷയമല്ല. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രിയായ ശേഷവും രഹസ്യ യാത്രകളുടെയും കൂടിക്കാഴ്ചകളുടെയും പേരിൽ പലപ്പോഴായി ചോദ്യമുനമ്പിൽ നിന്നിട്ടുള്ള ആളാണ് വി.ഡി. സതീശൻ. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് നടത്തിയ മംഗലാപുരം യാത്രയും പലതരത്തിലുള്ള ഡീൽ ആരോപണങ്ങളും കുറച്ചു കാലം കത്തിനിന്ന വിഷയമാണ്. ഇനി കുറച്ച് പിന്നിലേക്ക് കടന്നു നോക്കിയാൽ വി.ഡി. സതീശന്റെ കർണാടക ബന്ധവും വിവാദങ്ങളും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലെന്നും മനസ്സിലാകും. 2 വർഷം മുമ്പ് PV അൻവർ പൊട്ടിച്ച വലിയൊരു വിവാദ ബോംബുണ്ട്.
ബംഗളൂരുവിൽ നിന്ന് ട്രെയിൻ വഴിയോ കണ്ടെയ്നർ ലോറിയിലോ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശന് കോടികൾ കൊണ്ടുവന്നതായി PV അൻവർ നിയമസഭയിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇടത് സർക്കാരിന്റെ കേരള പദ്ധതി അട്ടിമറിക്കാൻ ഇതര സംസ്ഥാനങ്ങൾ IT കമ്പനികൾ 150 കോടി രൂപ VD സതീശന് നൽകിയെന്നും ഈ തുക 3 ഘട്ടങ്ങളായി 50 കോടി വീതം കേരളത്തിലേക്ക് കൊണ്ടുവന്നെന്നുമാണ് അദ്ദേഹം ആരോപിച്ചത്. ഈ പണം പിന്നീട് ആംബുലൻസുകളിലാണ് കടത്തിയതെന്നും അൻവർ ആരോപിച്ചിരുന്നു. അന്ന് വലിയ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച ഈ കേസ് പിന്നീട് തേഞ്ഞുമാഞ്ഞു പോവുകയായിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി നടത്തിയ പുതിയ ഹെലികോപ്റ്റർ യാത്ര വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകളിലേക്കും ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കും വാതിൽ തുറക്കുന്നതാണ്. ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടായിട്ടും പാർട്ടി പോലും ന്യായീകരിച്ചും പ്രതിരോധിച്ചും തളർന്നിട്ടും വീണ്ടും അതേ പാതയിലൂടെ തന്നെ മുന്നോട്ടു പോകുന്ന VD സതീശന്റെ രാഷ്ട്രീയ ധാർഷ്ട്യവും ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാവുന്നുണ്ട്. വിവാദങ്ങളെ ഒറ്റയ്ക്ക് വാദിച്ച് തോൽപ്പിക്കുന്ന ശീലമുള്ള മുഖ്യമന്ത്രി അടുത്ത വാർത്താ സമ്മേളനത്തിൽ ഈ ആരോപണത്തിന് നൽകുന്ന വിശദീകരണം എന്തായിരിക്കുമെന്നതും കേരള രാഷ്ട്രീയം കാത്തിരിക്കുന്ന ഒന്നാണ്.